ഇന്ന് നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടില്ലേനോ, ഫാക്ടർ ടേബിളാക്കിയിട്ട് ചെയ്യുന്ന കണക്കുകളൊക്കെ ഘടകത്തിൻ്റെ പട്ടികകളാക്കിയിട്ട് അതിൻ്റെ പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നോക്കാം. ഇത് കണ്ടോ, ഒരു ടേബിൾ തന്നിട്ടുണ്ട് നമ്മൾക്ക്. എന്നിട്ട് ഈ ടേബിളിനനുസരിച്ച് ഈ 2-3 ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ. ഈ 4 ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ നമ്പർ വിത്ത് ദിസ് ഫാക്ടർ ടേബിൾ? അതായത് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ടേബിളിൽ ഈ ടേബിൾ ഏത് നമ്പറിൻ്റെ ടേബിളാണ് എന്നാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? അതായത് ഇപ്പം നമുക്ക് ഈ ടേബിളിലുള്ള എല്ലാ നമ്പേഴ്സും തന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെയുള്ള എല്ലാതും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏത് ടേബിളിൻ്റെതാണ്, ഇത് ഏത് നമ്പറിൻ്റെതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അവസാനം ഇവിടെ ഈ ഒരു കോളത്തിലൊരു നമ്പർ ഉണ്ടാവൂലേ, ആ നമ്പറായിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരിക. അപ്പോൾ ആ നമ്പറിനെ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ നമ്പറിനെ കണ്ടുപിടിക്കാൻ ഈ നമ്പറിന് നേരെയുള്ള കോളംസ്, അതായത് ഇവിടെയുണ്ട് അല്ലേ 3 2s, അതേപോലെ അത് ഇതിന് നേരെയുള്ളതല്ലേ, അതുപോലെ ഈ 2 7s, പിന്നെ ഇവിടെയുള്ള ഈ 2 5s, അത് ഒക്കെ ആയിട്ട് ഗുണിച്ചാൽ മതി. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് നമുക്കിപ്പോൾ തന്നിട്ടുള്ളത് 3 2s ഉണ്ട് തന്നിട്ടുണ്ട്. അതായത് 3 2കൾ. ഇപ്പോൾ 2 × 2 × 2. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 5കൾ എന്ന്. അപ്പം നമ്മൾ ഇൻറ്റു 5 × 5. ഇവിടെ തന്നിട്ടുണ്ട് 2 7 എന്ന്. അപ്പോൾ ഇൻറ്റു 7 × 7. ഈ നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചാൽ നമുക്കൊരു ആൻസർ കിട്ടൂലേ? ആ ആൻസർ ആയിരിക്കും നമ്മുടെ ഈ ടേബിളിലുള്ള നമ്പർ. ആ നമ്പറിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ആക്കിയിട്ട് ഈ ടേബിളുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് ആ നമ്പർ കണ്ടുപിടിക്കാം. 2 × 2 × 2 എന്ന് പറയുമ്പോൾ 2 × 2 4, 4ന് 8, 8 × ഇവിടെ 25 × 49 എന്നല്ലേ വരിക. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 9800. 9800 എന്ന് ആൻസർ കിട്ടുമല്ലോ. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള നമ്പർ. അപ്പോൾ ഈ നമ്പറിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ആക്കിയിട്ട് ഈ ഒരു ടേബിളൊക്കെ വരച്ചിട്ടുള്ളത്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെയുള്ള ഈ സർക്കിൾസിൽ, വൈറ്റ് സർക്കിൾസ്, അതിലുള്ള നമ്പേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിലുള്ള നമ്പേഴ്സിനെ കണ്ടുപിടിക്കാൻ സുഖമല്ലേ? ഇതിലുള്ള നമ്പറിനെ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന് നേരെയുള്ള കള്ളികൾ തമ്മിൽ നമ്മൾ ഗുണിച്ചാൽ മതി. നോ 5, അപ്പോൾ 5 ഇല്ല, ഒറ്റ 5നെ കൊണ്ട് നമ്മൾ ഗുണിക്കേണ്ട. നോ 2, ഒറ്റ 2നെ കൊണ്ട് ഗുണിക്കേണ്ട. നോ 7, ഒറ്റ 7ഉം ഇല്ല. അതായത് നമ്മൾക്ക് എപ്പോഴും ഈ ഫസ്റ്റ് ടേബിളിലെ ഫസ്റ്റ് കള്ളി 1 എന്നാണ് വരിക. ഇനി ഇവിടെയുള്ളത് നോ 5, 5 ഇല്ല. 1 2, ഒരു 2നെ കൊണ്ട് ഗുണിക്കണം 2. 1 7, ഒരു 7നെ കൊണ്ട് ഗുണിക്കണം. അപ്പം നമുക്ക് എത്ര കിട്ടുക? 14 എന്ന് കിട്ടും. ആ 14ആണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെയുള്ളത് അതേപോലെ 1 5, അപ്പോൾ നമ്മൾ 5 എടുത്തു. പിന്നെ നേരെ പോയിട്ട് മുകളിലുള്ളത് 1 2, അപ്പോൾ ഒരു 2 എടുത്തു. 1 7, 1 7ഉം കൊണ്ട് ഗുണിച്ചു. അപ്പം നമുക്ക് കിട്ടുക 70 അല്ലേ? അപ്പോൾ ആ 70 നമ്മൾ ഇവിടെ എഴുതാം. ഇനി ഇവിടുത്തെ നോക്ക്, ഇവിടുത്തത് കിട്ടാൻ നമ്മൾ ഇതിന് നേരെ മുകളിലുള്ളതും ഇവിടെയുള്ളതും അല്ലേ? ഇവിടെ നോക്ക് 2 2s, 2 2കൾ അല്ലേ? 2 × 2, 2 5, അപ്പോൾ 2 5കൾ. 2 7s, 2 7കൾ. ഇതെല്ലാം കൂടി ഗുണിച്ചാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? നമുക്ക് 4900. അത് ഇവിടെ എഴുതാം, 4900. അപ്പോൾ നമുക്ക് ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ളതെല്ലാം കിട്ടിയില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നമ്പറുകൾ 4, 25, 140, 200. ഈ തന്ന നമ്പറുകൾ ഇവിടെ ഏതൊക്കെയോ സെല്ലുകളിൽ നമ്മൾ എഴുതണം. അത് ഏത് സെല്ലാണെന്ന് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിട്ടുള്ള ഈ നമ്പേഴ്സിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, ഘടകങ്ങളാക്കിയിട്ട് എഴുതുക.
അപ്പോൾ നമുക്ക് അതിൽ എത്ര 2 ഉണ്ട്, എത്ര 5 ഉണ്ട്, എത്ര 7 ഉണ്ട് എന്നൊക്കെ കിട്ടും. ആ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ഈ കോളമൊക്കെ നോക്കിയിട്ട്, ഇവിടെയുള്ള കോളംസ് ഒക്കെ നോക്കിയിട്ട് എവിടെയാണോ വേണ്ടത് അവിടെ എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ 4ൻ്റെ ചെയ്യാന്ന് വിചാരിക്കുക. അതിന് മുന്നേ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. ഇവിടെ അവർ 2 എന്നല്ല എഴുതിയത്. ഇവിടെ ശരിക്കും 2 അല്ല കേട്ടോ. ഇവിടെ 1 5 നോ 2 നോ 7 എന്നല്ലേ. അപ്പോൾ 1 5 ഉള്ളൂ. അപ്പോൾ ഇവിടെ 5 എന്നാണ് വരിക. അതേപോലെ ഇവിടെ 490 എന്നാണ് എഴുതിയത്. 490 അല്ല, ഇവിടെ 70 ആണ് വരിക. ഇവിടെ 100 എന്നല്ല എഴുതിയത്. അത് 100 അല്ല ആൻസർ വരിക. അവിടെ 392 എന്നാണ് വന്നത്. ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കാണ് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തിരുത്തണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാലും അത് കറക്റ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമുക്ക് 4 25 140 200 എന്നല്ലേ ഉള്ളത്. ഇതിനോരോന്ന് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. ഏതാ സെല്ല് നമ്മുടെ 4ൻ്റെത് കണ്ടുപിടിക്കാം. നമ്മൾ 4നെ ഫാക്ടർ ആക്കിയിട്ട് എഴുതാണ്. 4നെ നമ്മൾ ഫാക്ടർ ആക്കുമ്പോൾ 2 എന്ന് കിട്ടും. 2 ഇവിടെ, 2 ഇവിടെ, 2 അവിടെ 1 അല്ലേ. അപ്പം നമുക്ക് 4ന് 4 = 2 × 2 എന്ന് എഴുതാലോ. ഇവിടെ നമുക്ക് 2കൾ മാത്രമേ ഉള്ളൂ, 7 ഇല്ല, 5 ഇല്ല. അപ്പോൾ 7 ഇല്ലാത്ത ടേബിൾ ഈ ടേബിളിൽ, ഒന്നാമത്തെ ടേബിളിലല്ലേ 7 ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ ഈ ടേബിൾ സെലക്ട് ചെയ്യാം. ഇതിൽ പിന്നെ 5 ഉണ്ടോ? 5 ഇല്ല. അപ്പോൾ ഇതിൽ 5 ഇല്ലാത്ത കോളം ഇതാണ്, അതെടുത്ത്. പിന്നെ ഇതിൽ എന്താണുള്ളത്? 2 2ആണുള്ളത്. 2 2 2s. അപ്പോൾ 7 ഇല്ലാത്ത ടേബിളിൽ നോ 5ൻ്റെ കോളത്തിൽ 2 2കൾ വന്നതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ 4 എന്ന് എഴുതാം. അടുത്ത നമ്പർ എടുക്കുക 25. 25നെ നമ്മൾ ഫാക്ടർ ആക്കിയിട്ട് എഴുതുമ്പോൾ നമുക്ക് 5 5 5 1 ഇങ്ങനെയാണ് കിട്ടുക. അതായത് നമുക്ക് 25 = 5 × 5 എന്ന് എഴുതാം. ഇവിടെ 7 ഉണ്ടോ? 7 ഇല്ല. അപ്പോൾ 7 ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ടേബിൾ സെലക്ട് ചെയ്യും. ഇതിൽ പിന്നെയുള്ളത് 2 5കളാണ് ഉള്ളത്. അപ്പോൾ 2 5കൾ എവിടെയുള്ളത്? ഇതിൽ. അപ്പോൾ ഇതിൽ ഈ ഒരു കോളത്തിലാണ് അത് വരിക. പിന്നെ നമ്മൾ നോക്കേണ്ടത് എത്ര 2കൾ ഉണ്ട് എന്നാണ്. 2കളില്ല. അപ്പോൾ ഈ അടിയിലുള്ള വരിയിൽ 2കളില്ലാത്തത് ഇവിടെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ 25നെ എഴുതാം. ഇനി നമ്മൾ 140-നല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൽ 140നെ കണ്ടുപിടിക്കാം കേട്ടോ. 140 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 70. പിന്നെ 2 കൊണ്ട് ചെയ്താൽ 35. പിന്നെ നമുക്ക് 5 കൊണ്ട് ചെയ്താൽ 7. 7ൻ്റെ പിന്നെ 7നെ കൊണ്ടാണ് ചെയ്യാൻ പറ്റുക അല്ലേ. അപ്പോൾ നമുക്ക് 140നെ എങ്ങനെ എഴുതാം? 2 × 2 × 5 × 7 എഴുതാം അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു 7 ആണുള്ളത്. അപ്പോൾ ഒരു 7 ഉള്ള പട്ടിക ഇതാണ്, രണ്ടാമത്തെ പട്ടിക. ഇതെടുക്കുക. ഒരു 5 ഉണ്ട്. അപ്പോൾ ഒരു 5 ഉള്ളത് ഈ ഒരു കോളത്തിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതെടുക്കുക. അത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ എത്ര 2കളുണ്ട് നോക്കാം. എത്ര 2 2 2. അപ്പോൾ ഇതിൽ 2 2കളുള്ള കോളം ഏതാ? 2 2s ഉള്ളത് ഇവിടെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ 140നെ എഴുതുന്നു. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം. അടുത്ത ആൾ 200 ആയിരുന്നു. 200നെ നമ്മൾ ഫാക്ടർ ആക്കിയിട്ട് എഴുതാം. 200നെ ഫാക്ടർ ആക്കുമ്പോൾ 200 2 50 2 25 5 5 5 1. ഇപ്പം നമ്മൾ 200നെ എഴുതുകയാണെങ്കിൽ 200 = 2 × 2 × 2 × 5 × 5 എന്നല്ലേ. ഇതിൽ നോക്കി ഇവിടെ 7 ഇല്ലല്ലോ. 7 ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു പട്ടികയിൽ, ഒന്നാമത്തെ പട്ടികയിലാണ് ചെയ്യേണ്ടത്. ഇവിടെ 2 5കളാണ് ഉള്ളത്. അപ്പോൾ 2 5കളുള്ളത് 2 2s ഉള്ളത് ഈ ഒരു ലൈനല്ലേ. അപ്പോൾ ഇതിലാണ് നമ്മൾ എഴുതുക. ഇവിടെ 3 2കളാണ് ഉള്ളത് അല്ലേ. 3 2കൾ എവിടെയുള്ളത്? 3 2s ഇതല്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ 200 എന്ന് എഴുതി വയ്ക്കുക. ഓക്കെ അല്ലേ. എല്ലാവർക്കും മനസ്സിലായില്ലേ?
ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൽ എന്താ പറയുന്നത്, ഒരു കുറച്ച് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സിൽ ഏതൊക്കെ നമ്പറാണ് ഈ ടേബിളിൽ ഇല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ടേബിളിൽ ഇല്ലാത്ത നമ്പർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഈ തന്നിട്ടുള്ള നമ്പറിനെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതാം. അങ്ങനെ നമ്മൾ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതുമ്പോൾ അതിൽ ചിലപ്പോൾ നമുക്ക് ഇവിടെയുള്ള കോളത്തിൽ 3 3കളല്ലേ 2 3കളല്ലേ മാക്സിമം പോവുള്ളൂ. ഇപ്പോൾ ചിലതിൽ 3 3കളല്ലേ മാക്സിമം പോവുള്ളൂ. ഒരു 5 2കളൊക്കെ വന്നാലോ, 5 2കളൊക്കെ വന്നാൽ നമുക്ക് ഇതിൽ എഴുതാൻ കഴിയൂല. അപ്പം 5 2കളുടെ നമ്പേഴ്സൊന്നും നമ്മൾ നമ്പറേ അല്ല. അപ്പം അങ്ങനെയൊക്കെ നമ്പർ വരികയാണെങ്കിൽ നമ്മൾ അതിനൊക്കെ ഒഴിവാക്കണം. അതായത് ഈ ടേബിളിൽ നമുക്ക് ആരെങ്കിലും എഴുതാൻ പറ്റാത്തതുണ്ടെങ്കിൽ അവരെ നമ്മൾ ഒഴിവാക്കാം. അപ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് 50നെ നോക്കാം. 50നെ നമ്മൾ ഫാക്ടർ ആക്കാം കേട്ടോ. 50നെ നമ്മൾ ഫാക്ടർ ആക്കുന്ന സമയത്ത് നമുക്ക് 2 ഉണ്ട്. അപ്പോൾ 25 എന്ന് കിട്ടും. അപ്പോൾ 5 5 5 1. ഇപ്പോൾ നമുക്ക് 50 = 2 × 5 × 5 എന്ന് എഴുതാം. അതായത് ഒരു 2ഉം 2 5കളും ഒറ്റ 7ഉം ഇല്ല. ഇപ്പോൾ 7 ഇല്ലാത്ത ഈ പട്ടികയിൽ ഒരു 2 മാത്രമേ ഉള്ളത് ഇതിലാണ് അല്ലേ, സോറി ഇതാണ് 1 2. ഈ ഒരു 2 മാത്രം ഉള്ളതിൽ 2 5കൾ വരുന്ന കോളം ഇതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ 50 ഉള്ളത്. അപ്പോൾ 50 ഉണ്ട്. നമുക്ക് പട്ടികയിൽ ഇല്ലാത്ത ആളല്ലേ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഉള്ളത് 200 ആണ്. 200 നമ്മളെ ഇതിലുള്ള നമ്പറാണെന്ന് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒന്നും കൂടെ ചെയ്യാം. 200 നമ്മൾ 2 കൊണ്ട് ചെയ്യുന്നു, നമുക്ക് 100 എന്ന് കിട്ടുന്നു. 100 കേട്ടോ. അപ്പോൾ 50 കിട്ടും, 25 കിട്ടും. സോറി 2 കൊണ്ട് ചെയ്യുമ്പോൾ 50 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പിന്നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 25 കിട്ടും. പിന്നെ 5 കൊണ്ട് ചെയ്യുന്നു, അപ്പോൾ 5 കിട്ടി, 1 കിട്ടി. അതായത് 200 നമുക്ക് 2 × 2 × 2 × 5 × 5 എന്ന് എഴുതാം അല്ലേ. ഇവിടെ 5ഉം ഇവിടെ 1ഉം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 200നെ എഴുതാം. അതായത് ഇവിടെ 3 2കളുണ്ട്, ഇവിടെ 2 5കളുണ്ട്. 7 ഇല്ല. 7 ഇല്ലാത്ത കോളം ഇതല്ലേ. അപ്പോൾ ഇതാണ് 7 ഇല്ലാത്ത പട്ടിക. ഈ പട്ടികയിൽ 3 2കളുള്ള കോളം കാണാം. ഇതാണ് 3 2കളുള്ള കോളം അല്ലേ, ഈ കോളം. ഈ കോളത്തിൻ്റെ അടിയിലും 2 5കൾ വരുന്ന സ്ഥലം ഏതാന്ന് നോക്കുക. ഇതാണ് 2 5കൾ വരുന്നത്. അത് ഇതല്ലേ വരുന്നത്, 2ഉം കൂടെ വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ 200 കിടപ്പുള്ളത്. നമുക്ക് അടുത്ത ആൾ ഇതേപോലെ നോക്കാം. 300 350 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 300നെ ഫാക്ടേഴ്സ് ആക്കുക. അങ്ങനെ ഫാക്ടേഴ്സ് ആക്കുക. 300നെയും 350നെയും ഞാൻ ഫാക്ടേഴ്സ് ആക്കുകയാണ് കേട്ടോ. ഇവിടെ 2 150 2 നമുക്ക് 75 കിട്ടും. അതിനെ നമ്മൾ കൊണ്ടാക്കിയാൽ 25, പിന്നെ 5 5 5 1 അല്ലേ. അതുപോലെ 350നെ ചെയ്താൽ 2 175. അതിനെ 2 കൊണ്ട് പറ്റൂല, 5 കൊണ്ട് പറ്റും. 5 കൊണ്ട് ചെയ്താൽ നമുക്ക് 35 കിട്ടും. 35നെ 5 കൊണ്ട് ചെയ്താൽ 7 എന്ന് കിട്ടും. ചെയ്താൽ 7 1. ഇപ്പോൾ നമ്മൾ 300നെ നമുക്ക് ഇങ്ങനെ എഴുതാം. 2 × 2 × 3 × 5 × 5 എന്ന് ചെയ്യാം. ഇവിടെ 2 2 ഉണ്ട്, ഒരു 3 ഉണ്ട്, 2 5 ഉണ്ട്. 2 2 ഇപ്പോൾ 7 ഇല്ല അല്ലേ. ഇപ്പോൾ ഇതിൽ നോക്ക്, നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ? ഇവിടെ നമുക്കിവിടെ ഈ കോളത്തിലൊക്കെ ഉണ്ടല്ലോ, 2കളെയും പറ്റും, 5നെയും പറ്റും, 7നെയും പറ്റും. 2ഉം 5ഉം 7ഉം അല്ലാത്ത ഒരു നമ്പർ നിങ്ങൾ ഇതിൽ കാണുന്നുണ്ടോ? ഉണ്ട്. ആരാണ്? 3. 3 നമ്മുടെ ഈ പട്ടികയിൽ എവിടെയും ഇല്ലല്ലോ. നമുക്കാകെ 2കളും 5കളും 7കളും മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 ഉള്ള ഈ ഒരു നമ്പർ വന്നില്ലേ, അത് ഏതാ നമ്പർ? 300 അല്ലേ. അപ്പോൾ ഈ 300 എന്ന നമ്പർ നമ്മുടെ ഈ ഒരു പട്ടികയിൽ നമുക്ക് എഴുതാൻ പറ്റൂല. പിന്നെ നമുക്ക് 350 ആണ് വന്നത്. 350നെ നമുക്ക്
2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 7 എഴുതാം. അപ്പോൾ ഒരു 2 ഉണ്ട്, 2 5 ഉണ്ട്, ഒരു 7 ഉണ്ട്. ഒരു 7 വരുന്ന ടേബിൾ ഇതാണ്. ആ ടേബിളിൽ 2 5 വരുന്ന കോളം ഇതാണ്. അതിൽ ഒരു 2 വരുന്ന കോളം ഇതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ 350 എഴുതുക. പക്ഷേ 300 എഴുതാൻ നമുക്ക് പറ്റത്തില്ല. കാരണം 300ൽ 3 ഒരു ഫാക്ടറാണ്. 3 ഫാക്ടറായിട്ട് വരുന്ന ആരും തന്നെ നമ്മുടെ ഈ പട്ടികയിൽ എഴുതാൻ പറ്റൂല. അതുകൊണ്ട് 300 ഇല്ലാത്തയാൾ. നമ്മുടെ ക്ലാസ് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക്